അനില ജെയിംസ്. ഞാൻ വരുന്നത് പൂങ്കാവ് ഇടവകയിൽ നിന്നാണ്. ആദ്യമായി എന്നെ ഇവിടെ ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ UK ഒരു നേഴ്സാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് 2017 2023 ഞാൻ ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമാണ് UK പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു എമർജൻസി ലീവിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ 1-ാം തീയതി രാവിലെ തുടങ്ങി എനിക്ക് അടിവയറ് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ നടുവിനേക്ക് അത് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞത് ഭീകരമായിട്ട് എനിക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആദ്യത്തെ തവണ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് കളർ ചേഞ്ച് ഒന്നും തോന്നിയില്ല. പക്ഷേ 2-ാം തവണ മുതൽ എൻ്റെ യൂറിനിലൂടെ പോകുന്നത് ബ്ലഡായിരുന്നു. കംപ്ലീറ്റ് ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ തന്നെ ഞാനൊരു തിയേറ്റർ നേഴ്സ് ആയതുകൊണ്ട് എനിക്കറിയാം അത് എത്രത്തോളം എന്നെ ബാധിക്കുന്നതാണ്. അതൊരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനൊരു സർജറിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കത് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഒരിക്കലും സർജറിയിലേക്ക് കടത്തിവിടരുത്. എങ്ങനെ സർജിക്കൽ പ്രൊസീജിയറിലോട്ട് പോയാലും അവിടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഡിലേ ആയതുകൊണ്ട് ഇത്രയും ബ്ലഡ് പോകുന്ന അവസ്ഥയിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വേദനയുള്ള ഭാഗത്തും അപ്ലൈ ചെയ്തു ഉപ്പ് എൻ്റെ നാവിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് സർജറി കൂടാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ ഈ അവസ്ഥ മാറ്റിത്തരാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത് അപ്ലൈ ചെയ്തു. അന്ന് രാത്രി തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്തു. 2-ാം തീയതി രാവിലെ ഞാൻ എയർപോർട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫാമിലിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ കുട്ടികൾ UK ഉള്ളതുകൊണ്ട് അവരെ നോക്കേണ്ടതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എയർപോർട്ടിലിരിക്കുന്നത്. ഞാൻ എങ്ങനെ 20 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാൻ ഇവിടെ എത്തും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ നീ വരണം. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവിടുന്ന് ചെക്ക് ഇൻ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഇവിടെ കൊച്ചിയിൽ കണക്ഷൻ ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഞാൻ 5 മണിക്കൂർ അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ എന്നെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് അതേ വേദന വീണ്ടും അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷേ എൻ്റെ യൂറിനിലൂടെ ബ്ലഡ് പോകുന്നത് ലാസ്റ്റ് എയർപോർട്ടിൽ കൊച്ചിയിൽ വരുന്ന ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലഡാണ് പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ സന്ദർഭത്തിൽ അതാണ് ലാസ്റ്റ് എൻ്റെ ബ്ലഡ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് യൂറിൻ ക്ലിയർ ആണ്, പിന്നെ ബ്ലഡ് പോയിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഒരു സർജിക്കൽ പ്രൊസീജിയറിലോട്ട് എന്നെ കൊണ്ടുപോകരുത്. കാരണം ബ്ലഡ് പോകുന്നുണ്ടെന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ അവരെപ്പോഴും സർജറി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, എന്താണ് ചെക്ക് ചെയ്യാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി എനിക്ക് വേദന കാഠിന്യം അതുപോലെ തന്നെയുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് അൾട്രാസൗണ്ട് എടുത്തപ്പോഴത്തേക്കും അതിൽ സ്റ്റോണോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒന്നുമോ ഇല്ല. ഇൻഫെക്ഷനുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇത് കറക്റ്റ് ടൈമായിരുന്നു ഞാൻ എത്തേണ്ടിയിരുന്നത്. കാരണം ഇതിലും വൈകിയിരുന്നെങ്കിൽ എൻ്റെ ഇൻഫെക്ഷൻ കിഡ്നിയിലേക്ക് സ്പ്രെഡ് ആവുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ബ്ലഡ് എൻ്റെ യൂറിനിൽ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എമർജൻസി ടിക്കറ്റ് എടുത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ പെയിൻ കില്ലർ കഴിച്ച് ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ അമ്മ എന്നെ ആ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അമ്മ തന്നെ അതെന്നെ കാണിച്ചു തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ബാക്കിയുള്ള ചെക്കപ്പുകളെല്ലാം ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്ന് 3-ാം ദിവസമാണ്. 3-ാം ദിവസം അമ്മയുടെ സന്നിധി ഞാൻ പറഞ്ഞു, ഞാൻ എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴി ഞാൻ ഇവിടെ കയറി അമ്മയുടെ സന്നിധി വന്നു. ഒന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞിട്ട് പോയി, എനിക്ക് സാക്ഷ്യം പറയാൻ ഇവിടെ വരണം. അപ്പോൾ ഒരു വേദനയോ എൻ്റെ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇന്നലെ വൈകിട്ട് എനിക്ക് ചെറിയ വേദനയുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് സാക്ഷ്യം പറയേണ്ടതാണ്. സാക്ഷ്യം പറയാൻ ഞാൻ ഇത്രയും മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വേദന മാറിയിട്ടുണ്ടാവണം, എൻ്റെ എല്ലാ സിംറ്റംസും മാറണം. ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള ഹെൽത്ത് കണ്ടീഷൻസൊക്കെ എനിക്ക് മോശമായൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്യണം. അപ്പോൾ അമ്മ തന്നെ അതിന് ഇടപെട്ട് അതിനു മുമ്പേ സാക്ഷ്യം പറയാനും കംപ്ലീറ്റായിട്ട് മാറി തിരിച്ചു പോകാനും അനുവദിച്ചതിന് അമ്മയ്ക്ക് 1000 നന്ദി. 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ
യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്ന് രജിസ്ട്രേഷൻ എക്സാം ഉണ്ട്. NMC രജിസ്ട്രേഷൻ ഓസ്കി എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നു. കാരണം ആകെ 3 അറ്റംപ്റ്റ്സേ ഉള്ളൂ. അതിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയാൽ മാത്രമേ എൻ്റെ COSൻ്റെ എക്സ്പയറി തീരുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ചെന്ന ദിവസങ്ങളിൽ എനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിലായതിൻ്റെതും ഫാമിലി ഇല്ലാത്തതിൻ്റെതുമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സ്ട്രെസ്സും ഫാമിലിയിലുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ചേർത്ത് എനിക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ, ഒരു മാസത്തെ ട്രെയിനിങ് അവർ തന്നെങ്കിലും എനിക്കതിൽ ഒരു ക്ലാസ്സിലും എനിക്ക് നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് പഠിക്കാൻ, എല്ലാവരും പഠിക്കാനും ആ ട്രെയിനിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ ആകെ റൂമിൽ വന്നിരുന്നിട്ട് വചനം എഴുതുക. കാരണം എനിക്ക് ബുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ബുക്ക് എടുത്ത് വായിച്ചിട്ട് എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ പറഞ്ഞമ്മ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വന്നിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് വിളിക്കുമ്പോൾ ഞാൻ പോവാറില്ല. കാരണം എനിക്ക് അവിടെ ചെന്നിരുന്നാൽ അവർ പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. എക്സാമിന് 3 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ബുക്ക്ലെറ്റ് തന്നെ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞമ്മേ, ഞാൻ ഇതിനകത്ത് ഒരു അസസ്മെൻറ്റ് സിനാരിയോ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അത് ചെയ്താൽ അത് മാത്രമാണ് എനിക്ക് വായിച്ചിട്ടൊന്ന് മനസ്സിലായത്. കാരണം അത്രത്തോളം വായിക്കാനുള്ള ടൈമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാനത് വായിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ ഒരു സിനാരിയോ എൻ്റെ എക്സാമിന് തരണം, അല്ലാതെ എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അത് നോൺ ക്രിസ്ത്യൻസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട്, അപ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി എക്സാമിൻ്റെ തലേദിവസം ഞങ്ങളെല്ലാവരും കൂടി അഖണ്ഡ ജപമാല ചൊല്ലി. അഖണ്ഡ ജപമാല ചൊല്ലുമ്പോഴും ഞാൻ എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് നമ്മൾ എക്സാം പാസ്സാകും. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ടെൻഷനുണ്ട്, ഞാനൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഈ കേൾക്കുന്നവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഞാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ നാമം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം ഉയരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പേരെടുത്ത് ഞാൻ അമ്മയെ സാക്ഷ്യപ്പെടുത്തി. പക്ഷേ അവിടെ തോറ്റു കഴിഞ്ഞാൽ അമ്മയായിരിക്കും അവിടെ തോറ്റു പോകുന്നത്. ഞങ്ങൾ എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾക്ക് ഒരു ഹോട്ടലിലായിരുന്നു റൂം അറേഞ്ച് ചെയ്തിരുന്നത്. തലേദിവസം അവിടെ ചെന്നിരുന്നു. അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോൾ തന്നെ എടുത്ത് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയും ഈ വചനം എഴുതുക. അപ്പോൾ ഞാൻ ഈ വചനം എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ, അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും മാതാവിനോട് അപേക്ഷിക്കുമ്പോൾ എനിക്കത് തരണേ എന്ന് പറയുന്നതിലുപരി അത് കിട്ടിയതിന് നന്ദി പറയുമ്പോൾ തിരിച്ച് മാതാവിനൊന്നും പറയാനുണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ വചനം എഴുതിയത്, ഈ രജിസ്ട്രേഷൻ എക്സാം പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി ഉയർത്തി എന്നെ പാസ്സാക്കിയതിന് നന്ദി എന്നാണ് ഞാൻ വചനത്തിൽ എഴുതിയത്. അപ്പോൾ അത് മാക്സിമം ഒരു 1000 തവണയെങ്കിലും എഴുതി തീർക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എക്സാമിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോയി. എല്ലാവർക്കും തന്നെ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി കൊടുത്തു. എല്ലാവരുടെ കയ്യിലും ഉടമ്പടി ഉപ്പ് ഞാൻ കയ്യിൽ കൊടുത്തു എക്സാം ഹാളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് എക്സാം സെൻറ്ററിൻ്റെ ഒരു വിൻഡോയുടെ ഭാഗത്തായിട്ട് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി അവിടെ ഉപ്പ് ഞാൻ വെച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഞാൻ നിന്നെ സാക്ഷ്യപ്പെടുത്തി ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, അവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിൽ ആര് തോറ്റുപോയി കഴിഞ്ഞാലും നീ തന്നെയാണ് തോറ്റുപോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഓരോരുത്തരെയും അലൈൻ ചെയ്തിരുത്തി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ അറിയണമെങ്കിൽ എനിക്കൊരു അടയാളം തരാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് ഒരു ഫീമെയിൽ ട്രെയിനർ ആയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഇരുന്ന ആ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്നത് ഒരു മെയിൽ ട്രെയിനറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ, എനിക്ക് അത്ര പോലും എനിക്ക് എൻ്റെ കൂടെ വരാൻ നിനക്ക് പറ്റിയില്ല, എനിക്ക് മെയിൽ ട്രെയിനറാണ് ഞാൻ കണ്ടത്. പക്ഷേ ഒരു 5 മിനിറ്റ്സിനകം പുള്ളിക്കാരൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ എന്നെ അകത്തേക്ക് വിളിക്കാൻ വരുന്നത് ഒരു ലേഡിയായിരുന്നു. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ച അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അകത്ത് കയറി ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഡിഫറെൻറ്റ് സെറ്റിങ്ങിലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് തരുന്നത്. ഞാൻ ആ ഒരു എനിക്ക് നോക്കിയിട്ട് പോലും ഇല്ല, കാരണം അത്രയും ടഫാണ് ആ ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി സെറ്റിങ്ങാണ് എനിക്ക് കിട്ടിയതും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കേസുമാണ് എനിക്ക് കിട്ടിയത്. അപ്പം തന്നെ എൻ്റെ മൈൻഡെല്ലാം ബ്ലാങ്കായി. ഞാൻ പറഞ്ഞു, അമ്മ, ഇതിനകത്ത് എനിക്ക് എൻ്റെ മെറിറ്റ് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉള്ളത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചാലും അതൊന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ എല്ലാം ഇനി നിൻ്റെ കയ്യിൽ, നിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്കിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഇടക്കായപ്പോഴത്തേക്കും എന്നോട് ഡേറ്റും സൈനും ഇവിടെ എൻ്റെ മനസ്സിൽ പറഞ്ഞു മാതാവ്. ഞാൻ ഡേറ്റും സൈനും ഇട്ട് എൻ്റെ പേരും സൈനും എല്ലാം കംപ്ലീറ്റ് ആക്കി.
പക്ഷേ എക്സാം പ്രസൻറ്റ് ചെയ്ത് തീരാനായിട്ട് ടൈമർ വെച്ചിട്ടുണ്ട്. എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ടൈം ഔട്ടായിപ്പോയി. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇല്ല, ഇനി എൻ്റെ പ്രതീക്ഷയില്ല. കാരണം എൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ് തന്നെ പോയി, ടൈം ഔട്ടായി. അപ്പോൾ ഇനി എങ്ങനെ ഞാൻ ഇത്രയും കൂടുതൽ സ്റ്റേഷൻസ് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? എൻ്റെ മൈൻഡ് ബ്ലാങ്കായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവരെയും നോക്കി, എക്സാം എല്ലാവർക്കും ടഫാണ്, എല്ലാവരുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീർ വരുന്നുണ്ട്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ അവിടെ. എനിക്ക് ആർക്കും ഒരു പ്രതീക്ഷ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആ ചെയറിലിരുന്നു. അങ്ങനെ അടുത്ത സ്റ്റേഷൻസ് 3 മണിക്കൂർ നീളുന്ന എക്സാം, അത് ഓരോ സ്റ്റേഷൻ കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് അകത്ത് പോയി, ഞാൻ തിരിച്ചു വരുന്നു. അങ്ങനെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാമിനർ എന്നോട് പറഞ്ഞു, നീ നന്നായി പ്രസൻറ്റ് ചെയ്തു, എവിടുന്നാണ് വരുന്നത്, എവിടെയാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴും എൻ്റെ മനസ്സിലോർത്ത് മനുഷ്യർ എന്നെ പുകഴ്ത്തി പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ നന്നായി പറയുന്നത് കൊണ്ടോ ഒരിക്കലും അത് എനിക്കൊരു ശാശ്വതമാകില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് എക്സാം പാസ്സായി തരാൻ നിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീട്ടിൽ വിളിച്ച് എല്ലാവരും ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നിൽ ഒരു പ്രതീക്ഷയുമില്ല, ഇനി എന്തെങ്കിലും അത് അത്ഭുതം നടക്കണമെങ്കിൽ അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമേ അത് നടക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ വെച്ചു. 3 ദിവസം കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എല്ലാ സ്റ്റേഷൻസും പാസ്സാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം കുട്ടികളും എല്ലാ സ്റ്റേഷൻസും കംപ്ലീറ്റായി പാസ്സായി. 3-4 പേര് മാത്രമാണ് 1-2 സ്റ്റേഷൻസ് വെച്ച് ഫെയിലായിരിക്കുന്നത്. ആ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് എല്ലാം നോക്കിയപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള കൊഹോട്ടിൽ ഇത്രയും പാസിംഗ് റേറ്റ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അമ്മ അവിടെ വന്നു, ഇത്രയും പേരുടെ മുന്നിൽ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷ്യമായി അതിനെ ഉയർത്തി തന്നു. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, UK നമ്മൾ ചെന്ന് കഴിഞ്ഞ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ 2 മാസം നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും അവർ. അപ്പോൾ ആദ്യത്തെ 1 മാസം ഈ എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് വീട് സെർച്ച് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിവില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് റെഗുലേഷൻസൊക്കെ നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി വീട് നോക്കാൻ തുടങ്ങി. പക്ഷേ ഒന്നും നമുക്ക് ശരിയാവുന്നില്ല. 3 ദിവസം ബാക്കി നിൽക്കുമ്പോഴും ഞങ്ങൾ വീട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, അപ്പോൾ നോൺ ക്രിസ്ത്യൻസാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, അമ്മ മാതാവ് ലാസ്റ്റ് സമയമാണെങ്കിൽ ഡേറ്റ് ഇട്ട് ആ സമയത്തിനുള്ളിൽ വീട് റെഡിയാക്കി തരും എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന മാതാവേ, ഞാൻ പറയുന്നത് അവർക്ക് വിശ്വാസം വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ്റെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കാരണം അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെട്ടിട്ടുണ്ട്, ഇത്രത്തോളം എന്നെ ആത്മീയമായി വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഒരിക്കലും പോകത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ മുന്നിൽ വെച്ച് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരിതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ 3 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരു വീട് കാണാൻ ഞങ്ങൾ പോയപ്പോൾ എപ്പോൾ പോയാലും ഞാൻ എൻ്റെ ബാഗിൽ നിറച്ച വസ്തുക്കൾ കരുതിയിട്ടുണ്ടാവും. അതിൽ ഉപ്പ് ഞാൻ അതുപോലെ ആ വീട്ടിൽ ചവിട്ടാത്ത സ്ഥലം നോക്കി ഞാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഈ വീട് ഞങ്ങൾക്ക് തരണം. ഒരു ചാൻസും ഇല്ലാത്ത ഒരു രീതിയാണ്. കാരണം ഒരു വീട് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 2 വീക്സ് വേണം. ഈ 3 ദിവസം കൊണ്ട് അവരൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അവർക്ക് 2 വീക്സ് വേണം. അത് തന്നെയല്ല, ഈ 3ാമത്തെ ദിവസം ഞങ്ങൾക്ക് അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഏജൻറ്റിനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ തിരിച്ച് അക്കോമഡേഷനിൽ എത്തുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ കോള് വന്നു, അവരുടെ ലാൻഡ് ലോഡ് ഹാപ്പിയാണ് ഞങ്ങൾക്ക് വീട് തരാനെന്നുള്ളത്. അതിലുപരി 3 ദിവസം കൊണ്ട് അവർ അത്രത്തോളം എഫേർട്ട് ഇട്ട് ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങേണ്ടത് എന്നാണോ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ അവിടുന്ന് ബാഗേജ് എല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് മാറി, ഞങ്ങൾക്ക് കിട്ടിയ വീട്ടിലേക്ക് മാറി. അതും ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, UK വിസ നിയമങ്ങൾ അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ഫാമിലിക്ക് ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സ്റ്റുഡൻസൊക്കെ ഒത്തിരി ആയതുകൊണ്ട് അവർക്ക് സ്റ്റുഡൻസ് വിസ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായി. അപ്പോൾ പൊതുവേ വിസയൊക്കെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഈ 3 മാസം എൻ്റെ COS എക്സ്പയർ ആവുന്നതിന് മുമ്പേ എൻ്റെ ഫാമിലിക്ക് വിസ അപ്രൂവലായി കിട്ടണം. COS എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യണം, അങ്ങനെ കുറേ പേപ്പർ വർക്കുകളുണ്ട്. അപ്പോൾ COS എക്സ്പയർ ആകുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഫാമിലിയുടെ ഡിപ്പെൻഡൻറ്റ് വിസ അപ്രൂവലായി വന്നു. ഞാൻ എത്തിയത് ജൂലൈയിലാണ്. ഡിസംബർ 2-ാം തീയതി എൻ്റെ ഫാമിലി ഫുള്ള് UK എത്രത്തോളം
ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രോസസ്സിങ് എന്നുള്ളത്. അത് ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എൻ്റെ കാര്യത്തിലെല്ലാം എല്ലാ മാതാവ് ഒരു തരത്തിൽ പോലും ഞാൻ ഒരു മനുഷ്യരുടെ മുന്നിൽ പോലും ഞാൻ കൈ നീട്ടാനോ അല്ലെങ്കിൽ താന്നു നിൽക്കാനോ ഇതുവരെ ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എൻ്റെ മോൻ്റെ അഡ്മിഷൻ്റെത്, അപ്പോൾ അവന് ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് അവിടെ നമുക്ക് കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി സെപ്റ്റംബർ ആകുമ്പം അവരുടെ ഇൻടേക്ക് തുടങ്ങും. അപ്പോൾ സെപ്റ്റംബറിലെ ഇൻടേക്ക് കഴിഞ്ഞ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവർ വരുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ഈ സെപ്റ്റംബറിനടക്ക് ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തൂടെ ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് ഞാൻ ഒരു സ്കൂളും ഉണ്ട്. എന്നാൽ സ്കൂളിൻ്റെ പേര് വായിക്കാനോ അത് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാനോ ഒന്നും എനിക്കപ്പം തോന്നിയില്ല. ഞാൻ ആ സ്കൂൾ കണ്ടപ്പോഴത്തേക്കും ഞാൻ അധിക ദൂരം സഞ്ചരിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ ഓർത്തെന്ന് മാതാവേ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാനിവിടെ ഈ ഗേറ്റിൻ്റെ ഇവിടെ ഞാൻ ഉപ്പിടുവാണ്. എനിക്ക് ഈ സ്കൂളിൽ എൻ്റെ മോൻ അഡ്മിഷൻ കിട്ടിയാൽ അത്രത്തോളം എനിക്ക് ഉപകാരമാവും, അത്രത്തോളം ഞാൻ ഹാപ്പി ആവും. എന്തുകൊണ്ട് എനിക്ക് അവനെ ശ്രദ്ധിക്കാനും എടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റും. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാനും മറന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ ആ കാര്യമേ പിന്നെ ഓർത്തില്ല. പിന്നെ ഇവർ വരുന്നത് ഡിസംബറിലാണ്. ഡിസംബറിൽ വരുമ്പം ഞാൻ സ്കൂളിൽ അഡ്മിഷൻ നോക്കാനായിട്ട് ഓരോ സ്കൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ അവർക്ക് ഏത് സ്കൂളാണോ അവർ പ്രിഫർ ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ 3 സ്കൂളിൻ്റെ പേര് ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞ് എനിക്ക് മെയിൽ വരുന്നത് മൽബറോ പ്രൈമറി സ്കൂളിൽ നിന്ന് എനിക്ക് എൻ്റെ മോൻ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വരുന്നത്. അപ്പോൾ അഡ്മിഷൻ റെഡി ആയതുകൊണ്ട് ഞങ്ങൾ എത്രത്തോളം ദൂരമുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കുട്ടികളും കൂടെ ലൊക്കേഷൻ ഇട്ട് വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ 2 മിനിറ്റ് ദൂരം കാണിക്കുന്നത്. ഞാൻ ചെന്ന് നിൽക്കുന്നത് ആ സ്കൂളിൻ്റെ വാതിക്കലാണ്. ആ സ്കൂളിൻ്റെ വാതിക്ക് ഞാൻ ചെന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇതേ സ്കൂളിൽ തന്നെയാണ് ഞാൻ അവിടെ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാൻ ആ പ്രാർത്ഥിച്ചത് പോലും ഞാൻ മറന്നുപോയി. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പോലും മറന്നുപോകും. പക്ഷെ അതൊന്നും തമ്മിലും മാതാവും മറക്കത്തില്ല. നമ്മൾ വിചാരിച്ച് മനസ്സുകൊണ്ട് അത് സാധിച്ചിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിസ്സാരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ. അങ്ങനെ ആ സ്കൂളിൽ അഡ്മിഷനായി ഇപ്പോൾ കുഴപ്പമില്ലാതെ അവൻ്റെ നന്നായി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകാനായിട്ടെന്ന് വെച്ചാൽ ഞാൻ 2017 ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ലെവലിൽ നിന്ന് ഇന്ന് എനിക്ക് ഇത്രത്തോളം, അതായത് എൻ്റെ അപ്പനോ അമ്മയോ അല്ല എനിക്ക് സംരക്ഷണം തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അല്ല എനിക്ക് സംരക്ഷണം തരുന്നത്, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഈശോപ്പനും എൻ്റെ അമ്മയുമാണെന്നുള്ള ബോധ്യത്തിലേക്ക് എന്നെ വളർത്തിയെടുത്തു. ഇന്ന് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഒരാളോട് പോലും സഹായം ചോദിക്കാൻ, ആരാണെങ്കിലും വേറൊരാളോട് സഹായം ചോദിക്കും, പക്ഷെ ഞാൻ ആദ്യം ചോദിക്കുന്നത് അമ്മയോടാണ്. എനിക്കിതാണ് എൻ്റെ അവസ്ഥ. അതുപോലെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പം എനിക്ക് പേഷ്യൻസിനെ കൂടുതൽ അവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യമില്ല. അനസ്തീഷ്യ കൊടുത്തതിന് ശേഷമാണോ തിയേറ്ററിലോട്ട് കയറ്റുന്നത്. അപ്പോൾ സർജറി തുടങ്ങുന്നത് മുതൽ സർജറി എൻഡ് ചെയ്യുന്ന സമയം മാത്രമാണ് എനിക്കുള്ളത്. ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യമേ ഈ ഉടമ്പടി എടുത്തപ്പോൾ മുതലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എപ്പോഴും, അതായത് എനിക്കിപ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന, ബേസിക് പ്രെയർ, അതിൻ്റെ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. കാരണം ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഓരോ സർജറിക്ക് ഞാൻ കയറുമ്പോഴും ഞാൻ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കംപ്ലീറ്റ് ആക്കിയാലേ ഞാൻ ട്രോളി അകത്തോട്ട് എടുക്കത്തുള്ളൂ. അതെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചൊല്ലാൻ അഥവാ വിട്ടുപോയി എമർജൻസി ആണെന്നുള്ള ഒരു കേസിലാണെങ്കിൽ പോലും അത് ചൊല്ലാൻ എന്നെ ഓർമ്മിപ്പിക്കും. എൻ്റെ മനസ്സിൽ ഞാനത് ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ എന്നെ അത് ഓർപ്പിക്കും. അതുപോലെ പേഷ്യൻസിനെ സമർപ്പിച്ച് അവരുടെ അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ കേസിനും അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ വിചാരിക്കുന്നത്രോ അല്ലെങ്കിൽ ഒരു എമൗണ്ട്, ഒരു ബേസിക് എമൗണ്ട് പോലും എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒരു മനുഷ്യരുടെ മുന്നിലും അല്ലെങ്കിൽ ഞാൻ അപമാനിക്കപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ തന്നെ എൻ്റെ തല ഉയർത്താനായിട്ട് ഉടമ്പടിയിലൂടെ അമ്മ ഒത്തിരി പ്രവർത്തിച്ചു. ഇന്ന് 200 രൂപ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന സമയമുണ്ട്. അതിൽ നിന്ന് 3 ലക്ഷം രൂപ സാലറി വാങ്ങിക്കാനുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ എന്നെ എത്തിച്ചു. അപ്പോൾ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അതെൻ്റെ തമ്പുരാൻ എനിക്ക് തരുന്നത്, അല്ലാതെ എൻ്റെ മെറിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു അവകാശമോ അല്ലത്. അതിലൊരു 10% ഞാൻ മാറ്റിവെക്കാറുണ്ട്. ആർക്ക് ഉപകാരപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് അത് എത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആരാണോ അർഹതപ്പെട്ടത് അവരെ എൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന്.
ഇത്രത്തോളം സാലറി കിട്ടിയിട്ടും എൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ഡേറ്റ് ഇതുവരെ ക്രോസ് ചെയ്ത് പോയിട്ടില്ല എൻ്റെ ഓരോ നിയോഗങ്ങൾക്കും. പിന്നെ എൻ്റെ സാക്ഷ്യങ്ങളാവട്ടെ, മറ്റുള്ള സാക്ഷ്യങ്ങളാവട്ടെ, ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. പിന്നെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ എനിക്ക് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്, എൻ്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എത്രത്തോളം അവരെ തീവ്രമായിട്ട് അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മനുഷ്യരെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല, ഒരു കാലത്തും നമുക്ക് മനുഷ്യരെ ആശ്രയിക്കാൻ പറ്റില്ല. മനുഷ്യരെ ആശ്രയിക്കുന്നവരെന്നും അത് അവസാനം ദൈവത്തിലോട്ട് തിരിയുന്നത് വരെ നമുക്ക് സഹനങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇന്നും എനിക്ക് സഹനങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ സഹിക്കാനുള്ള ശക്തി അമ്മ എനിക്ക് ഉടമ്പടിയിലൂടെ തന്നു. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ, കൃപാസനം അൾത്താരയിൽ അനില ജെയിംസ് ഇവിടെ നമ്മോട് പങ്കുവച്ചത്. ഈശോയോടും പരിശുദ്ധ അമ്മയോടും വലിയ നന്ദിയുടെ ഒരു ഹൃദയവുമായിട്ടാണ് അനില ഇവിടെ നിൽക്കുന്നത്. വളരെ ഹൃദയഭേദകമായ കഥകളായിരുന്നു തൻ്റെ ജീവിതാനുഭവങ്ങളെന്ന് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. അനില പറയുന്നു, എൻ്റെ എല്ലാ ജീവിതാനുഭവങ്ങളും, എനിക്ക് കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ടി വന്ന എല്ലാ അവസ്ഥകളും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ ഒരു തത്വത്തിലേക്കാണ് പരിശുദ്ധ അമ്മേനെ കൊണ്ടുപോയത്. നമുക്കറിയാം, ഈശോയെ മുൾമുടി ധരിപ്പിച്ച് ഒരു ഞാങ്ങണ കയ്യിൽ കൊടുത്ത് നിർത്തിയപ്പോൾ പരിശുദ്ധ അമ്മ കാണുകയായിരുന്നു മറ്റുള്ളവരുടെ എല്ലാം മുൻപിൽ തലകുനിച്ചു നിൽക്കുന്ന തൻ്റെ തിരുക്കുമാരൻ്റെ അവസ്ഥ. ഇന്ന് എല്ലാ ജീവിതാവസ്ഥകളും സങ്കടങ്ങളും കടന്നുപോയിട്ടുള്ള ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ. ഈ പരിശുദ്ധ അമ്മ ആരെയും, ഈശോയെ സമീപിക്കുന്ന ആരും തന്നെ തലകുനിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ മകളുടെ പഠനകാലങ്ങളിൽ പരീക്ഷ എഴുതുന്ന സമയങ്ങളിലെല്ലാം അവരുടെ അതോറിറ്റീസ് പറയുകയായിരുന്നു, യാതൊരു റെസ്പോൺസ് ഇല്ലാത്ത ഒരു ഹോൾ ബാച്ചാണ് നിങ്ങളുടേത്, നിങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല, നിങ്ങളിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ചാപ്പ കുത്തിയ ഒരു ബാച്ചായിരുന്നു അനിലയുടെ നഴ്സിംഗ് ബാച്ച്. അവിടെ നിന്ന് അനില വളരെ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പറയുന്നത്, നീയാണ് അമ്മേ ഇതിന് റെസ്പോൺസിബിൾ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് യാതൊരു മെറിറ്റുമില്ല. ഓരോ സമയത്തും പരിശുദ്ധ അമ്മയോട് വളരെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ആ കണ്ണീരിനെല്ലാം പരിശുദ്ധ അമ്മ വളരെ സാമീപ്യം നൽകി. തൻ്റെ 0 മെറിറ്റ് സറണ്ടർ ചെയ്തപ്പോഴുണ്ടായ ഉത്തരങ്ങളെല്ലാം വൻ വിജയങ്ങളായിരുന്നുവെന്ന് അനിലയുടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ പറയുകയായിരുന്നു, സാക്ഷ്യപ്പെടുത്തുന്നത്, തൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ യൂറിനല്ല തൻ്റെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്, യൂറിന് പകരം ബ്ലഡായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത് ഒരു വളരെ സങ്കടകരമായ ഒരവസ്ഥ. ഒരു മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിലും വലിയ അപ്പുറത്തായിരുന്നു ആ അവസ്ഥ. ഒരു മനുഷ്യൻ്റെ യൂറിന് പകരം ബ്ലഡ് പോകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പരിശുദ്ധ അമ്മ വളരെ ചേർത്ത് പിടിച്ച ഒരു സൗഖ്യമാണിത്. പരിശുദ്ധ അമ്മയെ വിളിക്കുന്നവരാരും തന്നെ നമ്മെ മാനക്കേടുണ്ടാക്കാനോ നമുക്ക് സൗഖ്യം തരാതെയോ ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്ന വലിയ സൗഖ്യവും സാക്ഷ്യവും സാമീപ്യവുമാണ് ഈ സഹോദരിയുടെ പങ്കുവെച്ചത്. നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ തനിക്ക് ആവശ്യമുള്ള ഒരു വീട് ആവശ്യമായിരുന്നു. വളരെ സമയമെടുക്കുന്ന ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു വീട് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ലീഗൽ പ്രോസസ്സ് കഴിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയെങ്കിലും എടുക്കുന്ന സമയത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് കോൾ വന്നു, നിങ്ങളുടെ വീട് റെഡിയാണ്, നിങ്ങൾക്ക് വീട് വാങ്ങാം. എല്ലാ കാര്യവും, കൊച്ചിൻ്റെ അഡ്മിഷൻ ആയാലും താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ക്രമപ്പെടുത്തി കൊടുക്കുന്നു. ഈ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള, ഈശോയുമായിട്ടുള്ള ഈ ഉടമ്പടിയിൽ ഈശോ തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ എനിക്ക് എൻ്റെ നിബന്ധനകൾ പൂർത്തിയാക്കേണ്ട
ഒരു കണ്ടീഷൻ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ എൻ്റെ നിബന്ധനകളിലൂടെ ഉടമ്പടി പാലിക്കുന്നുണ്ടെങ്കിൽ ഈശോ തൻ്റെ ഉടമ്പടി പാലിക്കുന്നു. രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത വരുന്നത്. ഈശോ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസ്തയാണ്. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും നാം 0 മെറിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ മാധ്യസ്ഥം വഹിക്കാനായി വളരെ വളരെ എളുപ്പമാണ്. വളരെ സമയച്ചുരുക്കം മാത്രമേ ഉള്ളൂ എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ സാക്ഷിയാക്കി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ തീർച്ചയായും നമ്മെ ഉയർത്തും. നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ആരുടെയും മുൻപിൽ തലകുനിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കുകയില്ല. ഈശോയിൽ നിന്നുള്ള അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചു തരുമെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനിലയുടെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.